മനുഷ്യരുടെ കണ്ണുകൾക്കും ബുദ്ധിക്കും മനസ്സിലാകാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാനാവാത്ത ഒന്നാണ് അത്ഭുതങ്ങൾ. എന്നാൽ അത്ഭുതങ്ങൾ സംഭവിച്ചാലേ വിശ്വാസത്തിലേക്ക് മനുഷ്യർ കടന്നു വരുന്നുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. രോഗത്തിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് തുടങ്ങി പല അത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും അത്ഭുതം നിത്യവും കാണുന്നവരും അനുഭവിക്കുന്നവരുമാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വൈദികൻ ആശീർവദിക്കുന്ന ഓസ്തി ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നത് വലിയ അത്ഭുതമാണ്. പക്ഷേ ആ ഒരു അത്ഭുതം അതിൻ്റെതായ അനുഭവത്തിലോ വിശ്വാസത്തിലോ എടുക്കാൻ നമുക്ക് കഴിയാറില്ല എന്നതാണ് സത്യം. വിശുദ്ധ കുർബാനയാകുന്ന അത്ഭുതത്തിനുമേൽ ദൃശ്യമായി നടക്കുന്ന മറ്റൊരു അത്ഭുതത്തെയാണ് നമ്മൾ പലപ്പോഴും ദിവ്യകാരുണ്യ അത്ഭുതമായി വണങ്ങുന്നത്. ദിവ്യകാരുണ്യം മാംസമായി മാറുന്നതും രക്തം കിനിയുന്നതുമെല്ലാം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ലോകത്ത് 100-ലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇറ്റലിയിലെ ബോൾസേനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം. ഇറ്റലിയിലെ ഒരു പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് ബോൾസേന. ബോൾസേന പട്ടണത്തെ കുറിച്ച് നോക്കിയാൽ ഫ്രാൻസിനെയും റോമിനെയും ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന പാത കടന്നു പോകുന്നത് ഈ പട്ടണത്തിലൂടെയാണ്. അതിനാൽ തന്നെ റോമിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരുടെ പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് ഈ പട്ടണം. കാൽനടയായി ദിവസങ്ങളോളം യാത്ര ചെയ്ത് റോമിലേക്ക് പോകുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ പട്ടണം. ബോൾസേന പട്ടണത്തിലെ ആളുകൾ തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു. വളരെ പ്രകൃതി മനോഹാരിതകൾ കൊണ്ട് നിറഞ്ഞതാണ് ഇത്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട തടാകം ഈ പട്ടണത്തിലുണ്ട്. വിശുദ്ധ ക്രിസ്റ്റീനയുടെ ശവകുടീരം ബോൾസേനയിലുള്ള സാന്ത ക്രിസ്റ്റീന ബസിലിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തിലാണ് 1263 ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുന്നത്. പ്രാഗിലെ പീറ്റർ എന്ന ജർമ്മൻ പുരോഹിതൻ റോമിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ ബോൾസേനയിലെത്തി. പ്രാഗിൽ നിന്ന് റോമിലേക്ക് എത്താൻ 1207.8 കിലോമീറ്റർ സഞ്ചരിക്കണം. അതായത് 274 മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്താലേ വൈദികന് റോമിലെത്താൻ കഴിയുകയുള്ളൂ. ഈ തീർത്ഥാടനത്തിനിടയിലാണ് ഫാദർ പീറ്റർ ബോൾസേന പട്ടണത്തിൽ വിശ്രമിക്കാൻ തീരുമാനിക്കുന്നത്. നടന്നുള്ള യാത്രയായതുകൊണ്ട് വിശ്രമത്തിനായി കുറച്ചു ദിവസങ്ങൾ ഫാദർ പീറ്റർ ബോൾസേനയിൽ ചിലവഴിച്ചു. അദ്ദേഹത്തെ ഒരു ഭക്തനായ വൈദികനായാണ് വിശ്വാസികൾ കണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വൈദികനായിരുന്നു അദ്ദേഹം. പലപ്പോഴും അലസമായാണ് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. തന്റെ വിശ്വാസക്കുറവിനെ പറ്റി പലപ്പോഴും കുമ്പസാരക്കാരനോട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. വിശുദ്ധ ക്രിസ്റ്റീനയുടെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ള ബസിലിക്ക ഓഫ് സാന്ത ക്രിസ്റ്റീനയിലാണ് ഫാദർ പീറ്റർ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. 1077 പോപ്പ് ഗ്രിഗറി 7 ഈ ബസിലിക്കയുടെ പ്രതിഷ്ഠ നടത്തിയത്. 1492 മുതൽ 1494 വരെ ഫ്രാൻസിസ്കോയും ബെനഡെറ്റോ ബുഗ്ലിയോണിയും രൂപകൽപ്പന ചെയ്ത് പണി കഴിപ്പിച്ചതാണ് ഈ ബസിലിക്ക. ഒരു ദിവസം വിശുദ്ധ ക്രിസ്റ്റീനയുടെ ശവകുടീരമുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം കൂദാശവചനങ്ങൾ ഉച്ചരിച്ചുടനെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. തിരുരക്തം വൈദികന്റെ കൈകളിലൂടെ അൾത്താരയിലേക്കും തിരുപാത്രങ്ങൾ വെക്കുന്ന കെത്താനയിലേക്കും ഒഴുകി. ഈ അത്ഭുതം കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികളും കണ്ടു. തന്റെ കരങ്ങളിൽ സംഭവിച്ച ഈ അത്ഭുതം അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെ ആഴമായി സ്പർശിച്ചു. താൻ തുടങ്ങിവെച്ച ബലി പൂർത്തിയാക്കാൻ വൈദികന് കഴിഞ്ഞില്ല. Accipite et manducate ex hoc omnes, hoc est in corpus meum.
Please, excuse me. I don't understand what is happening. I believe I have to see the successor of St. Peter. I have to go and see the Pope. രക്തം വാർന്ന തിരുവോസ്തി കെത്താനയ്ക്കുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. പിന്നീട് അദ്ദേഹം പോപ്പിനെ കാണാൻ യാത്ര തിരിച്ചു. ഇതിനിടയിൽ പട്ടണത്തിലെല്ലാം പള്ളിയിൽ സംഭവിച്ചത് ചർച്ചാ വിഷയമായി. വിശ്വാസികളെല്ലാം ഇത് വലിയ അത്ഭുതമായി കണ്ടു. എന്തായാലും വൈദികൻ പാപ്പയെ കാണാൻ പോയതും പാപ്പയുടെ പ്രതികരണവും കാത്ത് പട്ടണവാസികളായിരുന്നു. അന്നത്തെ പാപ്പ ഉർബൻ 4 അയൽ നഗരമായ ഓർവിറ്റോയിലാണ് താമസിച്ചിരുന്നത്. വൈദികൻ അവിടെ ചെന്ന് പാപ്പയെ കണ്ട് സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ അടിയന്തര അന്വേഷണത്തിനായി പാപ്പ ദൂതന്മാരെ അയച്ചു. അങ്ങനെ നടന്നതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ ബോൾസേന പട്ടണത്തിൽ 2 വൈദികരെത്തി. അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികളെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. രക്തം പൊടിഞ്ഞ തിരുവോസ്തിയും കെത്താനയും കൊണ്ടുവന്ന് പാപ്പയ്ക്ക് കാണിച്ചു കൊടുത്തു. ഉർബൻ 4 പാപ്പ അത്ഭുതം സംഭവിച്ച ഓസ്തിയും കെത്താനയും കണ്ടു. എല്ലാ വസ്തുതകളും ബോധ്യപ്പെട്ടപ്പോൾ രൂപതയുടെ ബിഷപ്പിനോട് ഓർവിയോട്ടോ കത്തീഡ്രലിലേക്ക് തിരുവോസ്തിയും രക്തക്കറകൾ പുരണ്ട തുണി കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു. ആർച്ച് ബിഷപ്പുമാർ, കർദിനാൾമാർ, മറ്റ് സഭാപ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആഡംബരത്തോടെ തിരുവസ്തുക്കൾ കത്തീഡ്രലിൽ സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് രക്തക്കറകൾ പുരണ്ട തുണി ഇപ്പോഴും ഓർവിയോട്ടോ കത്തീഡ്രലിൽ ഭക്തിപൂർവ്വം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ അത്ഭുതം കണ്ട് പ്രചോദിതനായ പാപ്പ ദിവ്യകാരുണ്യ ഭക്തിയിൽ വിശ്വാസികൾ വളരാൻ പ്രാർത്ഥനകൾ തയ്യാറാക്കാൻ വിശുദ്ധ തോമസ് അക്വിനോസിനെ നിയമിച്ചു. അദ്ദേഹം അത് ഭംഗിയായി പൂർത്തിയാക്കി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഉർബൻ 4 പാപ്പ തിരുസഭയിൽ ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുശരീരത്തിന്റെയും തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. ഓഗസ്റ്റിൽ ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുശരീരത്തിന്റെയും തിരുനാൾ സ്ഥാപിച്ചതിന്റെ 700ാം വാർഷികത്തിൽ ഓർവിയോട്ടോയിലെ കത്തീഡ്രലിലെ ദേവാലയത്തിൽ വിശുദ്ധ കെത്താന സൂക്ഷിച്ചിരുന്ന അൾത്താരയിൽ പോൾ 6 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം അതേ പാപ്പ ബോൾസേന സന്ദർശിക്കുകയും അവിടെ നിന്ന് ടെലിവിഷൻ വഴി 41ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പ്രസംഗിക്കുകയും തന്റെ പ്രസംഗത്തിൽ മാർപ്പാപ്പ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വിലമതിക്കാനാവാത്ത അതും അക്ഷയവുമായ ഒരു രഹസ്യമാണ് ഇതെന്ന് പറയുകയും ചെയ്തു. നിരവധി തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അത്ഭുതം നടന്ന സ്ഥലം നേരിട്ട് കാണാൻ ബോൾസേനയിലെ സെന്റ് ക്രിസ്റ്റീന പള്ളിയിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. Preceded by the mitre and papal crown, and carrying the Eucharist, His Holiness Pope Pius XI kneels as young priests bear him in procession.
In an ancient shrine is a holy relic said to have converted a doubting priest in 1263. This is the first time Pope Pius has held a ceremony which has been held only twice before in the last 8 years. After the procession, His Holiness is carried back into St. Peter's, where he replaces the Eucharist on the altar of confession. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ വിശ്വാസരാഹിത്യം മൂലമാണ് ദൃശ്യമായ രീതിയിൽ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും ഇത് തന്നെയാണ് നാം കാണുന്നത്. നിത്യവും ബലിയർപ്പിക്കുന്ന വൈദികന്റെ സംശയത്തിനു മുന്നിൽ അതേ വിശുദ്ധ കുർബാനയുടെ മധ്യേ രക്തം വാർന്ന തിരുവോസ്തി വൈദികന് മാത്രമല്ല അവിടെ കൂടിയ ജനത്തിന്റെയും വിശ്വാസത്തെ ഉറപ്പിച്ചു. ഒരു കുഞ്ഞു ദേവാലയത്തിലുണ്ടായ അത്ഭുതം ലോകത്തിലെ എല്ലാ വിശ്വാസികളുടെയും വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചു. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും എല്ലാ ദേവാലയങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ബോധ്യം നമ്മളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ.